ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു മൈലാഞ്ചി വ്ളോഗാണ് കേട്ടോ. കർക്കിടക മാസമല്ല, അതുകൊണ്ട് മൈലാഞ്ചി ഇടാന്ന് വിചാരിച്ചു. ഞാൻ ഈ കോണല്ല യൂസ് ചെയ്യുന്നത്, നമ്മുടെ സാധാരണ മൈലാഞ്ചി ഇല്ലേ, അതായത് മൈലാഞ്ചി അല്ല, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മൈലാഞ്ചി ഇല പറിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലീവ്സ് മാത്രം എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. യൂഷ്വലി കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ആണ് മൈലാഞ്ചി ഇടുന്നത്. അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് കൈക്ക് ഭംഗി കൂട്ടാൻ വേണ്ടി മാത്രമല്ല മൈലാഞ്ചി യൂസ് ചെയ്യുന്നത്. റെയിനി സീസൺ അല്ലേ, അപ്പോൾ ഒരുപാട് സ്കിൻ ഡിസീസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പണ്ടുള്ള ആൾക്കാർ കയ്യിലും കാലിലും എല്ലാം മൈലാഞ്ചി ഇട്ടുകൊണ്ടിരുന്നത്. മൈലാഞ്ചി അരച്ചിട്ട് ഇതിലോട്ടാണ് ഞാൻ വെക്കാൻ പോകുന്നത്. നന്നായിട്ട് മൈലാഞ്ചി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് കയ്യിലിട്ടാം. ആക്ച്വലി കോൺ വെച്ച് മെഹന്തി ഇടുന്നതിനേക്കാളും നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഇത് ഈർക്കിൽ വെച്ചാണ് ഞാൻ ഇടുന്നത്. ഞാൻ കുഞ്ഞുനാൾ മുതലേ ഈ മെഹന്തി കോണാണ് യൂസ് ചെയ്യുന്നത്. ഇത് ചെറുതിലെങ്ങാണ്ടോ 1-2 പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ അമ്മയൊക്കെ ഇതാണ് കേട്ടോ കുഞ്ഞുനാളിലൊക്കെ യൂസ് ചെയ്തിരുന്നത്. നമ്മൾ വാങ്ങിക്കുന്ന മെഹന്തി കോൺ പോലെയല്ല, നല്ല തണുപ്പാണ് കേട്ടോ ഇടുമ്പോൾ. ഒരു കയ്യിൽ ഞാൻ കഷ്ടപ്പെട്ടത് ഇത്രയും ഇട്ടിട്ടുണ്ട്. ഇനി റൈറ്റ് ഹാൻഡിൽ എനിക്ക് അമ്മ ഇട്ട് തരും. ഇത് ഉണങ്ങാൻ അത്യാവശ്യം നല്ല ടൈം എടുക്കും കേട്ടോ. 2-3 മണിക്കൂറെങ്കിലും മിനിമം വയ്ക്കണം ഇത്. ഞാൻ ഓൾമോസ്റ്റ് 2.5-3 മണിക്കൂർ കയ്യിൽ വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് ഇതേ വാഷ് ചെയ്യുവാണ്. നല്ല ഒരു ഡാർക്ക് ഓറഞ്ച് കളറായിരുന്നു കേട്ടോ ഇതിന്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.